ഇനി നമ്മളോട് ഡാൻസ് പ്രോഗ്രാം. ഇത് മറ്റേ ലൈറ്റ് ഷോല്ലേ, വലിയൊരു സ്റ്റേജ് പ്രോഗ്രാമിനാട്ടോ നമ്മൾ വിളിച്ചിട്ടുള്ളത്. വാ ദൈവ ദൈവ ഏറ്റവും വലിയൊരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിലേക്ക് സ്റ്റേജിലേക്ക് ഒന്ന് നോക്കണം. ശരിക്കും കയറി പറഞ്ഞാൽ കയറി വാജ് വെറുതെ കയറ് വെറുതെ പിടിച്ചിട്ട്. ചെറിയതല്ല, ഫാമിലി ആയിട്ട് വരുമ്പോൾ വലിയൊരു രീതിയിലുള്ള റീഫ്രഷ്മെന്റും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും. അത് ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യുന്ന സ്ഥലമാട്ടോ ഇവിടെ. പക്ഷെ ഇവിടുന്ന് കാണാനില്ല. നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ടവർ ഉണ്ട്, കണ്ടോ, ഒരു മച്ചിൻ ടവർ. ആ ടവറിന്റെ മേലെ കയറിയിട്ട് നോക്കാം. ഒരു ടിക്കറ്റ് വാങ്ങണ പൈസക്ക് ഈ പേരൊക്കെ ഒന്ന് ക്ലിയർ ആക്കി എഴുതിയിരുന്നെങ്കിൽ സെറ്റായനെ. അപ്പം മച്ചന്മാരെ, നമ്മൾ എണ്ണടിക്ക് വേണ്ടി പമ്പ് കയറിയിട്ടുണ്ട്. നമ്മൾ പോകുന്ന ലൊക്കേഷനെ കുറിച്ച് ഇതുവരെ പറഞ്ഞിട്ടില്ല. നമുക്ക് നോക്കാം. SB പമ്പിലായിട്ടുള്ളത്. കുറച്ച് പെട്രോളൊക്കെ അടിച്ച് കാണോ. അതിൻ്റെ പേര് ദമ്മാക്കിയിട്ടുണ്ട്. എന്താ പേര്? ഈ പമ്പിന് പുറത്തേക്ക് കാണുന്ന കാഴ്ച അടിപൊളിയാണ്. ഒരു വലിയ നീണ്ട മണം. തൃശ്ശൂർ സൈഡിലോട്ടാണ് നമ്മളുള്ളത്. വെള്ളറപ്പാടല്ല, വെള്ളറപ്പാടത്തുള്ളത്. റോഡാകെ പറ്റ മോശമാണ്. നമ്മുടെ അമ്പലം ഹോസ്പിറ്റലിൻ്റെ ഒന്ന് റൈറ്റ് കയറി കഴിഞ്ഞാൽ ഈ ലൊക്കേഷനിലേക്ക് എത്താം. അമ്പലം ഹോസ്പിറ്റൽ. ലൊക്കേഷൻ്റെ പേര് ഞാൻ ഇപ്പോഴും പറയുന്നില്ല, അവിടെ എത്തട്ടെ, എത്തിയിട്ട് പറയാം. റോഡ് കുറച്ച് മോശമാണ്. നമ്മൾ വിലങ്ങൻ കുന്ന് ഹില്ലിലേക്ക് എത്തിയിരിക്കുന്നു ഗൈസ്. വലിയ സംഗതി ഒന്നല്ല കേട്ടോ. നമ്മളിവിടെ അടുത്ത് വന്ന സമയത്ത് ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ കണ്ടപ്പോൾ ഒന്ന് കയറിയതാണ്. നമുക്ക് നോക്കാം. എന്തെങ്കിലും ഒരു ചെറിയ സംഗതികളൊന്നും ഇല്ലാതിരിക്കുക. വിലങ്ങൻ കുന്ന് ടൂറിസ്റ്റ് കേന്ദ്രം. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഇവിടെ സമയക്രമീകരണം എന്നത് 9 മണി മുതൽ 6 മണി വരെയാണ്. ടിക്കറ്റ് ഇപ്പോൾ ഇവിടെ അവൈലബിൾ അല്ല. നമുക്ക് ഇവിടെ വന്നിട്ട് നിങ്ങൾ തിരിച്ചു പോകരുത്. മുകളിലാണ് ടിക്കറ്റ് ലഭിക്കുക. അങ്ങനെ ഗൈസ്, നമ്മൾ വിലങ്ങൻ കുന്നിലെത്തിയിരിക്കുന്നത്. എന്താണ് വിലങ്ങൻ കുന്ന്? വിലങ്ങൻ കുന്ന്. ടിക്കറ്റ് ഉണ്ട് കേട്ടോ. ടിക്കറ്റ് കൗണ്ടർ പോയി ടിക്കറ്റ് എടുക്കാം. CV ശ്രീരാമൻ. ശ്രീവിരാമൻ കേട്ടോ. നിയമപരമായ മുന്നറിയിപ്പ്. ഈ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ മാലിന്യങ്ങൾ ഒളിച്ചെറിഞ്ഞാൽ 5000 രൂപയാണ്. ഹരിത റൊട്ടറ്റുകൾ നിർബന്ധമായി പാലിക്കുക. അവസരങ്ങൾ, ജലാശയങ്ങൾ, അങ്ങനത്തെ കുറച്ച് ഡിസ്ക്ലൈമർ അവിടെ കൊടുക്കുന്നുണ്ടോ. ഡിസ്ക്ലൈമർ. പരിസ്ഥിതി അത്രയധികം എല്ലാവരും സംരക്ഷിച്ചു കൊള്ളണം എന്നുള്ള ഒരു ഡിസ്ക്ലൈമറാണ് ഗൈസ്. അയ്യങ്കാളി. ഇവിടെ ഒരു മരത്തിന് പേരുണ്ട് കേട്ടോ. ഓർമ്മ, അയ്യങ്കാളി ഓർമ്മ. 1863. എന്ത് മരമാണെന്ന് അറിയില്ല. എലൈറ്റ് സാരി ഹൗസ് പരസ്യമാണ്. ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ വിലങ്ങൻ ഹില്ല് അമ്യൂസ്മെന്റ് പാർക്ക് ഇനാഗുറേറ്റഡ് ബൈ ശ്രീ. അത് ആ പേരൊക്കെ പോകണേ. ഒരു ടിക്കറ്റ് വാങ്ങണ പൈസക്ക് ഈ പേരൊക്കെ ഒന്ന് ക്ലിയർ ആക്കി എഴുതിയിരുന്നെങ്കിൽ സെറ്റായനെ. ഇവിടെ അതിന്റെ എവിടെ സൈഡ് കൂടെ പോടാ. അങ്ങനെ വഴി ഉണ്ടാവില്ല അല്ലേ? ഒന്ന് പോയി നോക്കാലോ. കുടുംബശ്രീ ക്യാൻറ്റീനൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. 12 ഉള്ളിവട 12 ഒക്കെ 12 ചായക്കെ. വിലങ്ങൻ കുന്നിന്റെ മുകളിലെത്തിയപ്പോൾ ഗൈസ് കാണാൻ പാടില്ലാത്ത പല കാഴ്ചകളും കണ്ടു. തൃശ്ശൂർ സിറ്റാട്ടാ. നീ കണ്ടില്ല, കണ്ടോളോ. മുകളിൽ നിന്ന് കണ്ടോ. നമുക്ക് തൃശ്ശൂർ സിറ്റി ഇവിടുന്ന് കാണാട്ടോ. ഓവറോള് നമുക്ക് വിലങ്ങൻ ഹില്ല് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കോട്ടക്കുന്നിലൊക്കെ പോയ പോലെ തന്നെ അത്ര ഇല്ലെങ്കിലും സൈഡിലൂടെ നടക്കാനുള്ള നല്ലൊരു നടവരി പാതയുണ്ടല്ലോ. ആ പാതയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കോട്ടക്കുന്ന് പറഞ്ഞാൽ അടാറ് സംഭവമല്ലേ. നല്ല വീതിയിലാണല്ലോ സെറ്റ് ചെയ്തിട്ടുള്ള അവിടെ. പീരങ്കി ഒറിജിനലാണോ അത് കാണാൻ പറ്റുമോ? പീരങ്കി ഒറിജിനലാണോ നോക്കട്ടെ. എടാ അത് പീരങ്കി വെറുതെ ഉണ്ടാക്കി വെച്ചാണ്, അല്ലാതെ ഇതൊരു ഡിസ്പ്ലേ ഒക്കെ വെച്ചാൽ ഡിസ്പ്ലേ. വാട്ടർ കേട്ടോ, ഡ്രിങ്കിങ് വാട്ടർ.
അങ്ങനെ നമ്മൾ ഈ വിലങ്ങൻ കുന്നിന്റെ ഹില്ലിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു അടിപൊളി വ്യൂ പോയിന്റ് ഉണ്ട്. ആ വ്യൂ പോയിന്റ് ആണ് കാണാനായിട്ട് പോകുന്നത്. സെൽഫി പോയിന്റ് ഉണ്ട്, സെൽഫി പോയിന്റ്. ദിസ് ഈസ് ആ വ്യൂ പോയിന്റ്. പക്ഷെ ഇവിടുന്ന് കാണാനില്ല. നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ടവർ ഉണ്ട്, കണ്ടോ, ഈ മാച്ചിൻ ടവർ. ആ ടവറിന്റെ മേലെ കയറിയിട്ട് നോക്കാം. അപ്പൊ വിലങ്ങൻ കുന്നിന്റെ നമുക്ക് ഈ മേലെ കണ്ട ഒരു വാച്ച് ടവർ ഉണ്ട് കേട്ടോ. ഈ വാച്ച് ടവറിന്റെ മേലെ കയറിയിട്ടുള്ള വ്യൂ എങ്ങനെയാണെന്ന് അറിയില്ല, നമ്മൾ നോക്കാം. ചെറിയ ഹൈറ്റ് ഉള്ളൂ, എങ്കിലും നമുക്ക് കയറി നോക്കാം. ഇവിടെ വലിയൊരു സംഗതിയാണോ ചോദിച്ചാൽ അല്ല, പക്ഷെ ഫാമിലി ആയിട്ടൊക്കെ വരുന്ന ആളുകൾക്ക് ചെറിയൊരു റിഫ്രഷ്മെന്റ് എന്നുള്ള രീതിയിൽ, ചെറിയതല്ല, ഫാമിലി ആയിട്ട് വരുമ്പോൾ വലിയൊരു രീതിയിലുള്ള റിഫ്രഷ്മെന്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും. ഒരു ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യുന്ന സ്ഥലമാട്ടോ ഇവിടെ. അപ്പം നമുക്ക് മുകളിലേക്ക് പോയിട്ട് നോക്കാം. മുകളിലാണ് ഇതിൻ്റെ വ്യൂ പോയിന്റ്. അങ്ങനെ ആ വ്യൂ പോയിന്റ് കാണാനായിട്ട് നമ്മൾ ഇതാ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് വ്യൂ പോയിന്റ്, കണ്ടോ. നമ്മൾ വ്യൂ പോയിന്റിന് തൊട്ടടുത്ത് എത്തിയിരിക്കുന്നു. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ വിലങ്ങൻ മലയിൽ കാണാനായിട്ട്. ഫ്രീ ടൈം കിട്ടുന്ന ആളുകൾക്ക് എൻജോയ് ചെയ്യാൻ വരുന്ന ഒരു സമയം എന്നുള്ള രീതിയിൽ മാത്രമാണ്. പണിക്കൊണ്ടാണ് കുന്നപ്പൂവിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. മഞ്ഞ മാറി ഇളമഞ്ഞ, ചന്ദന കളറ്, ഇളചന്ദന കളറ്, ആ രീതിയിലായി. അങ്ങനെ നമ്മൾ ഹില്ലിൻ്റെ ആ 4 സൈഡിലൂടെ നടന്ന് പോന്നിട്ട് പിന്നെ കാണുന്നത് ഇവിടെ ഒരു ചെറിയ ശില്പം കേട്ടോ. ശില്പം, ചെറിയ ശില്പമല്ല, ഒരു കർഷകൻ അല്ലേ, ഒരു കർഷകനെ ഹൈക്കോട്ടായിട്ട് പോകുന്ന ഫാമിലി കൊയ്ത് കഴിഞ്ഞ് പോവാ അല്ലേ. ഇതൊരു അർത്ഥമില്ലാത്ത പോക്കാലോ ഇത്. ഇതാണ് ആ പ്രതിമ, ഇതാണ് ആ ശില്പം. ഇത് കിളികൾക്കല്ലേ അല്ലേ, കിളികൾക്ക് വന്ന് കുത്തി. മീൻറാ മീനല്ല, പുഴ. ഇതാണ് ആ ശില്പം ഗൈസ്. പക്ഷെ ഇതിലൊരു ലോജിക്ക് ചാലോചാ തീരെ. ആള് കൊള്ളാലോ. ആ കൈക്കോട്ട് ഈ ലേഡിന്റെ കൈ കൊടുത്തിട്ട് ആ നെല്ല് വാങ്ങണ്ട അല്ലേ. ആഴത്തേക്ക് ഇവിടെ നമുക്കൊന്ന് പോയി നോക്കട്ടോ. ഇവിടെ എന്താ അറിയില്ല. ഇവിടെ ഒരു ചെറിയ ഒരു കണ്ട ഒരു ജയില് പോലെ സ്റ്റേജാണ്. മരം വെച്ചാണല്ലോ ഫോട്ടോ. എന്താണ് ഫോട്ടോഗ്രാഫറോ? മാച്ചമാരെ, ഇതാണ് നമുക്ക് മുകളിൽ നിന്ന് കാണാൻ പറ്റുന്ന ഒരു ഭയങ്കര ഒരു സ്റ്റേഡിയം വ്യൂ പോയിന്റ്. ശരിക്കും കയറി വരുന്ന കയറി വാജി വെറുതെ കയറ് വെറുതെ പിടിച്ചിട്ട്. നമ്മൾ ഈ സ്റ്റിക്ക് എടുത്താൽ സംഗതി എന്താ വെച്ചാൽ ഇവിടുന്ന് ഈ മേലക്കുള്ള വ്യൂ ഉണ്ട്. അത് ഒരു രക്ഷ ഉണ്ടാവും കേട്ടോ. അടിപൊളിയായിരിക്കുക. ഇവിടെ കുറേ ഫാമിലീസ് ഉണ്ട്, പുറത്തെ ഫാമിലീസ് സ്റ്റേജാണ്. മറ്റേ സ്റ്റേജ് ഇതാക്കാല്ലേ കാക്കല്ലേ. ഇത് മറ്റേ ലേസർ ഷോ അല്ലേ, ലേസർ ഷോന്റെ ഒക്കെ സെറ്റപ്പുള്ള പോലെ. എന്താ ഈ സ്റ്റേജിന്റെ പോസിറ്റീവ് ഒരു രക്ഷയില്ല, അടിപൊളി തകർത്തു. അങ്ങനെ നമ്മളോട്
വലിയൊരു സ്റ്റേജ് പ്രോഗ്രാമിനാട്ടോ നമ്മൾ വിളിച്ചിട്ടുള്ളത്. വാ ശരി വാ. ഏത് പ്രോഗ്രാമും കൂടി ഏറ്റവും വലിയൊരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിലേക്ക് സ്റ്റേജിലേക്ക് നമ്മൾ നടക്കണം. ഇനി നമ്മളുടെ ഡാൻസ് പ്രോഗ്രാം അത് ഞങ്ങൾ നടന്നുകൊണ്ടുപോകാം. ഇത് നടന്നു പോവുക എന്താ വെച്ചാൽ കടിയോ എന്റെ പരിപാടിയൊന്നുമല്ല. ഹലോ ഇതൊരു ഡാൻസ് എടുക്കും ഞാൻ എടുത്തരാ കറക്റ്റ് സാധനം. വിട്ടുപിടിക്കും. ഹലോ ഇതാണ് നമ്മുടെ പ്രോഗ്രാം. ഏതാ ബാഗ് അപ്പോൾ ഇനി നമ്മളെ പ്രോഗ്രാം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം. ഞാൻ കണ്ടോട് കാരണം ഇനി വരാനാണ് നമുക്ക് ചില ഇപ്പം ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ അപ്പോൾ മച്ചാമാരെ ഇവിടെയാണ് ടിക്കറ്റ്, പഴയ ടിക്കറ്റ് കൗണ്ടർ. മുകളിലാണ് പുതിയ ടിക്കറ്റ് കൗണ്ടർ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പിന്നെ ഇവിടെ വന്ന് നിങ്ങൾ തിരിച്ചു പോകരുത്. മുകളിൽ എത്തിയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് അവിടെ കുറച്ച് സമയം ഇരുന്ന് സ്പെൻഡ് ചെയ്തിട്ട് പോവാം. കൂടുതലായിട്ട് ഫാമിലി ആയിട്ടുള്ള ആളുകൾക്ക് വരുന്ന കേട്ടോ കൂടുതൽ മെച്ചം. പിന്നെ ഈ പറഞ്ഞ ഇനികൾക്കൊക്കെ വന്നിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. ഞങ്ങളിപ്പോൾ മുകളിൽ കയറി ഇറങ്ങിയിട്ടുണ്ട്. ടിക്കറ്റ് ഒരാൾക്ക് 25 രൂപയാണ്. പിന്നെ വാഹനം ഉണ്ടെങ്കിൽ വാഹനത്തിൽ പാർക്കിംഗ് ഫീസ് 10 രൂപയുള്ളൂ. ഓക്കെ, എന്തായാലും ചെറുതായിട്ട് ഒരു ഉച്ച സമയം മുതൽ വൈകുന്നേരം വരെ ഒന്ന് ചില്ലായിട്ട് വന്നിരിക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. അപ്പോൾ നമുക്ക് എല്ലാം മൂവ് ചെയ്യാം. ഇനി അപ്പോൾ മച്ചാമാരെ ഈ വ്ളോഗ് ഇവിടെ വെച്ചിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നെക്സ്റ്റ് ഒരു കിടിലൻ വീഡിയോയിൽ കാണാം.